Hi friends, welcome back to ANUS journey. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുമെന്ന്. വൈത്തിരി എന്ന പ്രദേശത്തെ അമ്പലക്കുന്ന് എന്ന സ്ഥലത്ത് ജൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചു ശാസ്ത്രജ്ഞൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തിയത്. ജൂഡിന് കുറച്ച് കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ട്. ആ കണ്ടുപിടുത്തങ്ങളും കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വ്യത്യസ്തമായ കഴിവുകളുള്ള ജൂഡ് തദേവൂസ്. ഹായ് ജൂഡ്. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ബൈക്കൊക്കെ നമ്മൾ കണ്ടു, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു? ഇത് ചെറുപ്പം മുതലേ ചെയ്തു തുടങ്ങിയതാണോ അതോ എങ്ങനെയാണ് അതിൻ്റെ? അത് ഞാൻ 10ാം ക്ലാസ് പഠിക്കും മുതലാണ് ചെയ്തു തുടങ്ങുന്നത്. ആദ്യത്തെ പ്രൊജക്റ്റ് കാറായിരുന്നു, സ്കൂട്ടീനെ എഞ്ചിൻ വെച്ചിട്ട്. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ റിവേഴ്സ് ഗിയറുള്ള ഇലക്ട്രിക് ബൈക്ക് ആയിരുന്നു. ഇത് മൂന്നാമത്തെ പ്രൊജക്റ്റാണ്. മൂന്നാമത്തെ പ്രൊജക്റ്റ്. അപ്പോൾ എല്ലാം ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളും സക്സസ്ഫുൾ ആയിരുന്നു? എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്ന സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാത്ത സപ്പോർട്ട് ഉണ്ട്. പിന്നെ അച്ഛൻ അമ്മ അവരുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടായിരുന്നു അല്ലേ? ഇതാണ് ജൂഡിന്റെ ഫാമിലി. അമ്മയുണ്ട്, അതുപോലെ അമ്മമ്മയുണ്ട്, പിന്നെ ജൂഡും, പിന്നെ അച്ഛനുണ്ട്. അച്ഛൻ ഇവിടെ ഇല്ല. എന്താണ് അമ്മയ്ക്ക് ജൂഡിനെ പറ്റിയുള്ള അഭിപ്രായം? ഞങ്ങളെല്ലാത്തിനും സപ്പോർട്ടാണ്. സപ്പോർട്ട്. പിന്നെ അവനങ്ങനെ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാത്തിനും സപ്പോർട്ടാണ്. എന്ത് കാര്യത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ ആഗ്രഹം പോലെയാണ് എല്ലാ കാര്യങ്ങളും. നിലവിലിപ്പം ജൂഡ് ഉണ്ടാക്കിയിട്ടുള്ള ഈ പിന്നെ ബൈക്കൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഈ ബൈക്കിനുള്ളത്? ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള ബൈക്കിന് വ്യത്യസ്തത എന്ന് പറയുമ്പോൾ അതിൻ്റെ ടാങ്കാണ് മെയിൻ അട്രാക്ഷൻ. ടാങ്ക് നമ്മൾ സൈസ് മാറ്റി അതിൻ്റെ ബോഡിയിൽ തന്നെ ടാങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ അതിൻ്റെ പവറും കാര്യങ്ങളും ചേഞ്ചാണ്. നോർമൽ വണ്ടിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പവറും കാര്യങ്ങളും ചേഞ്ച് ഉണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ ലുക്ക് തന്നെയാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു മോഡലിലേക്ക് മനസ്സ് എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? അത് 1960കളിൽ ലൂണയല്ല, വേറൊരു സ്കൂട്ടർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അതിൻ്റെ ടാങ്ക് വരുന്ന ബോഡിയിലാണ്. അപ്പോൾ അതിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ടാങ്ക് ചെയ്തതാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞത്. ടാങ്ക് കാര്യം വെറൈറ്റി കാരണം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ബൈക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ചില മെഷീൻസിൻ്റെ കുറവ് കാര്യങ്ങൾ മാത്രം. പക്ഷേ ആദ്യത്തെ വണ്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഫണ്ടിൻ്റെ ആയാലും മിഷൻ്റെ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ടൂൾസ് ഇല്ലാത്തതിൻ്റെ. മെക്കാനിക്കലായിട്ടുള്ള കഴിവുകളല്ലാതെ കുറച്ച് കലാപരമായ കഴിവുകളും കൂടിയുള്ള വ്യക്തിയാണ് കേട്ടോ ജൂഡ്. അതൊക്കെ എന്താണെന്നും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് നമ്മൾ ജൂഡിന് കിട്ടിയിട്ടുള്ള മൊമെൻറ്റോസ് ആണ് കേട്ടോ. കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ ആദരവ്. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ബേസിക്കലായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു എഞ്ചിൻ എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നായിട്ട് വണ്ടി വാങ്ങിച്ച് പൊളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ പണിയായുധങ്ങളാണ് രാജാവ്. എൻ്റെ അല്ല കേട്ടോ, അതൊക്കെ ജൂഡിൻ്റെ ആണ്. കണ്ടോ, ഒരുപാട് സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അത് ജൂഡിന് മാത്രമേ അറിയുള്ളൂ ഇത് എന്തൊക്കെയാണിത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെയാണ്. ഇപ്പൊ നമ്മൾ കണ്ട ബൈക്കിന് ഏത് തരത്തിലുള്ള എഞ്ചിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്? അത് ഹോണ്ടയുടെ സ്റ്റെന്നർ എന്ന് പറഞ്ഞ ബൈക്കിന്റെ എഞ്ചിൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ ടാങ്ക് എന്ന് പറയുമ്പോൾ 1 ലിറ്റർ കപ്പാസിറ്റിയാണ് ടാങ്കിന് വരുന്നത്.
പിന്നെ നമ്മളിൽ ചേഞ്ച് വരുത്തിയിരിക്കുന്ന എഞ്ചിൻ പവറിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമുക്ക് ട്രാക്ക് യൂസ് അല്ലെങ്കിൽ സ്റ്റെൻഡിങ് അതിന് വേണ്ടി എഞ്ചിൻ പവറിൽ നമ്മൾ നല്ല വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പിന്നെ ചേസസ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ട് നമ്മൾ പഴയതിനെക്കാട്ടി. ഇപ്പോൾ ജൂഡ് ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രൊഡക്ട്സിനൊക്കെ എന്ത് ബ്രാൻഡ് നെയിം കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്? ഞാനിപ്പോൾ പൊതുവെ എൻ്റെ ഗ്യാരേജിന് ഒരു പേര് കിങ് ഇലക്ട്രിക് ഗ്യാരേജ് എന്നാണ് എൻ്റെ വർക്കിന് എല്ലാത്തിനും കൂടെ. ആ പേരാണ് ഞാൻ ഇപ്പോൾ എല്ലാ വണ്ടിക്കും ഇട്ടേക്കുന്നത്. പ്രത്യേകിച്ചിട്ട് സെപ്പറേറ്റ് പേരിട്ടിട്ടില്ല. ഇപ്പോൾ ജൂഡ് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഈ ബൈക്ക് ഉണ്ടല്ലോ, ഇത് നിരത്തിലേക്ക് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ജൂഡിന് പറയാനുള്ളത്? ഇറക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നിയമപരമായിട്ട് നമുക്ക് റോട്ടിൽ ഇറക്കാൻ പറ്റില്ല. കാരണം ഞാൻ രൂപത്തിൽ മാറ്റം വരുത്തിയുകൊണ്ട് RT എന്തായാലും പിടിക്കും. പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഓഫ് റോഡ് ട്രാക്ക് അല്ലെങ്കിൽ ഓൺ റോഡ് ട്രാക്കിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് മെയിനായിട്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഈ ബൈക്ക് നിയമപരമായിട്ട് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ജൂഡ് വേറെ എന്ത് സൊല്യൂഷനാണ്? ഞാനിപ്പോൾ നിങ്ങളുടെ ഇലക്ട്രിക് ബൈക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് പുറത്തേക്ക് ആവശ്യങ്ങൾക്ക് പോകാനായാലും ഒക്കെ ആയിട്ട് അതാകുമ്പോൾ മാസം 20 രൂപ നമുക്ക് ചിലവ് വരുന്നുള്ളൂ ഇലക്ട്രിക് ബൈക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ അത് പേപ്പറും കാര്യങ്ങളൊന്നും വേണ്ട, ലൈസൻസ് വേണ്ട, ഹെൽമെറ്റ് മാത്രം മതി, നമുക്ക് ഓടിക്കുന്ന മാത്രം മതി. ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഇപ്പോൾ ഉണ്ടാക്കിയ വണ്ടി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ അതിൽ പണി വരുന്നത് ഓയിൽ ചേഞ്ചിങ് മാത്രമാണ് ആ പണി വരുന്നത്. പിന്നെ ഭാവിയിലേക്ക് എഞ്ചിൻ പണി എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ഓടിക്കഴിയുമ്പോഴുള്ളൂ, നമ്മൾ അത്ര യൂസ് ഇല്ല വണ്ടിയിൽ. ഇത് കുറച്ചും കൂടി വിപുലീകരിച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് അത് ചെയ്യാൻ ഉദ്ദേശിച്ചത്? വിപുലീകരിച്ച് പറയുമ്പോൾ ഇതിൻ്റെ തന്നെ വേറെ മോഡൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ അണ്ടർ വാട്ടർ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രളയത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഭാവിയിലേക്ക്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജൂഡിൻ്റെ ഇലക്ട്രിക് ബൈക്ക്. 1 വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്. പിന്നെ അതുപോലെ ഇത് ഒരു 8 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 80 കിലോമീറ്റർ നമുക്കിത് ഓടിക്കാനായിട്ട് പറ്റും. സൂപ്പർ അല്ലേ? അപ്പോൾ ജൂഡ് ഒരു കലാകാരനും കൂടി ആയിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഒരു ചെറിയ മാജിക് കൂടി കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കും അല്ലേ? ഇപ്പോൾ ഞാനിപ്പോൾ കുറേ കാർഡ്സ് ഉണ്ടല്ലോ, ഒരു കാർഡ് സെലക്ട് ചെയ്യാം. ഒരു കാർഡ് സെലക്ട് ചെയ്യണം. ആയിക്കോട്ടെ, അത് കാർഡ് എന്നെ കാണിക്കണ്ട, അതിൽ ചിഹ്നം കളർ നോക്കിക്കോ. ഇതാ ഞാൻ എടുത്തുള്ള കാർഡാണ് കേട്ടോ. ഇങ്ങനെ ഈ കാർഡിന്റെ പകുതിയിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തു, ഇഷ്ടപ്പെട്ട കട്ട് ചെയ്ത് എൻ്റെ പുറത്തേക്ക് വെച്ചു. അതിൻ്റെ പുറത്താ ചീട്ട് വെച്ചോ. ഈ ചീട്ട് അതിന് മുകളിൽ വെക്കണം. ഞാൻ എൻ്റെ പുറത്താ കാർഡ് വെച്ച്, ഗ്യാപ്പും കാര്യങ്ങളൊന്നുമില്ല, ഫുള്ള് ഫില്ലാണ്. അപ്ലൈ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ കാർഡ് ഓടിക്കാം. അപ്പോൾ ഇത്ര സെക്ഷനിൽ എത്തുമ്പോൾ ഈ സെക്ഷനിൽ ഉണ്ടോയെന്ന് മാത്രം കാർഡ് പറഞ്ഞാൽ മതി. ഇത്ര സെക്ഷനിൽ കാർഡ് ഉണ്ടായിരുന്നു, ഇതിലുണ്ട്. ഇത്ര സെക്ഷനിൽ കാർഡുണ്ട്. ഇതിലേത് കാർഡെന്നൊന്നും എനിക്കറിയില്ല, ഉണ്ടെന്ന് പറഞ്ഞു. ഒരു 10-ന്റെ ഉള്ളിലോട്ട് സംഖ്യ പറയാം. 10-ന്റെ ഉള്ളിലുള്ള സംഖ്യ 8. 1 2 3 4 5 6 7 8. 8ാമത്തെ കാർഡ് നോക്ക്. ഇതന്നെയാണ് ഞാൻ എടുത്ത കാർഡ്. പൊളിയല്ലേ? മാസമായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ അവന് ഇതായിരിക്കും എടുക്കാമെന്ന്. ജൂഡിൻ്റെ ഫ്രണ്ട്സ് ഇവിടെയുണ്ട്. ഇദ്ദേഹമാണ് ജൂഡിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനമൊക്കെ നൽകി എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തിരുന്നത്. പേരെങ്ങനെയാണ്? അരുൺ. പിന്നെ വിഞ്ചിത്ത്, ആദർശ്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയായിരുന്നു ജൂഡിൻ്റെ കൂടെയുള്ള ആ ഒരു എക്സ്പീരിയൻസ്? എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് പറയാൻ എല്ലാ മീൻസ് നമുക്കിപ്പോൾ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അവൻ പറഞ്ഞു തന്നെ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞത് ആ രീതിയിലാണ് ഞാൻ ചെയ്തത്. അവൻ്റെ സപ്പോർട്ടിലേക്ക് ഞാൻ മീൻസ് ഓന് ചെയ്യുന്ന രീതി കണ്ടു പഠിച്ച് പിന്നെ ചെയ്താണ് ഞാൻ റെഡിയാക്കി. അല്ലാണ്ട് വേറെ അവനാണ് അതിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തതിന് പറയും. ഞാൻ അതിൽ വല്ല ടച്ചപ്പോ തൊട് അങ്ങനെ മാത്രമേ ഉള്ളൂ. അതിൽ മൊത്തം പണിയെടുത്ത ഓൻ തന്നെയാണ്. അതിലിപ്പോൾ എൻ്റെ കൈ ഉണ്ട് തന്നെ പറയാൻ പറ്റൂല. അവൻ്റെ ഏറ്റവും നല്ല ഒരു ഡ്രീമോ തന്നെയാണ്. അങ്ങനെ ഇങ്ങനെ തന്നെ ഇപ്പം ഉണ്ടാക്കുന്ന വണ്ടികളൊക്കെ നല്ല രീതിയിൽ തന്നെ പൊളിയായിട്ട് നടക്കുന്നുണ്ട്. അവരിങ്ങനെ തന്നെ നല്ല സപ്പോർട്ടായിട്ട് നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാവും. അതാണ് വേണ്ടത്. കണ്ടില്ലേ, നമ്മളെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണമല്ലേ?
വണ്ടിയുടെ കുറച്ച് പ്രവർത്തനമായി ബന്ധപ്പെട്ടു, അതുപോലെ തന്നെ ജൂഡിൻ്റെ കുറച്ച് ഡ്രോയിങ്സും എല്ലാം കൂടെ ചേർത്തിട്ട് JK ടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലും കൂടെ ജൂഡിനുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ജൂഡും ജൂഡിൻ്റെ കുടുംബവും. അവരുടെ എല്ലാ വിശേഷങ്ങളും നമ്മൾ കണ്ടു. ജൂഡിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ തീർച്ചയായിട്ടും ജൂഡിനെ സപ്പോർട്ട് ചെയ്യണം. അവന് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ജൂഡിനെ സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു അടിച്ചുപൊളി വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.